എല്ലാവർക്കും പഠിപ്പുര മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സമവാക്യ ജോഡികൾ എന്ന പാഠഭാഗത്തിലെ പാർട്ട് 4 വീഡിയോ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരിക്കലും ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്ത് കാണരുത്, മുഴുവനായി കാണണം, എന്നാലേ പാഠഭാഗം മനസ്സിലാവുകയുള്ളൂ. ഒരാൾ 1,00,000 രൂപ 2 പദ്ധതികളിലായി നിക്ഷേപിച്ചു. 7% 6%മാണ് പലിശ നിരക്ക്. ഒരു വർഷം കഴിഞ്ഞ് 2 പദ്ധതിയിൽ നിന്നുമായി 6,750 രൂപ പലിശ കിട്ടി. ഓരോന്നിലും എത്ര രൂപയാണ് നിക്ഷേപിച്ചത്? ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കിയേ. ഒരാളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? 1,00,000 രൂപ ഉണ്ടായിരുന്നു. അത് 2 പദ്ധതികളിലായി നിക്ഷേപിച്ചു. അപ്പോൾ ആദ്യത്തെ പദ്ധതി പലിശ നിരക്കിലാണ് നിക്ഷേപിച്ചത് 7%, രണ്ടാമത്തെ പദ്ധതി 6%മാണ് നിക്ഷേപിച്ചത്. ഒരു വർഷം കഴിഞ്ഞ് 2 പദ്ധതിയിൽ നിന്നുമായി അയാൾക്ക് എത്ര പലിശ കിട്ടി? 6,750 രൂപ പലിശ കിട്ടി. അപ്പൊ ഓരോന്നിലും എത്ര രൂപയാണ് നിക്ഷേപിച്ചതെന്ന് എടുക്കണം, കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യേണ്ടത് നോക്കിയേ. ആദ്യത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ച തുക, ആദ്യത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ച തുക എങ്ങനെയായിട്ട് എടുക്കാം? നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. എന്തുകൊണ്ടാണ് എക്സ് എടുക്കുന്നത്? കാരണം എത്ര തുകയാണെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ അതിനെ എക്സ് ആയിട്ട് എടുക്കുന്നത്. ഇനി നോക്കിയേ, രണ്ടാമത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ച തുക അല്ലേ. രണ്ടാമത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ച തുക നോക്കിയേ. 1,00,000 രൂപയാണ് കയ്യിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് എക്സ് ഒരു പദ്ധതിയിൽ നിക്ഷേപിച്ചു. അപ്പൊ ബാക്കി വരുന്നതാണ് ഏത്? രണ്ടാമത്തെ പദ്ധതിയിൽ നിക്ഷേപിക്കുന്നത്. അപ്പൊ എങ്ങനെ എടുക്കാം? 1,00,000 മൈനസ് എക്സ്. മനസ്സിലായില്ലേ? ഇനി നോക്കാം. ആദ്യത്തെ പദ്ധതിയിൽ നിന്നും കിട്ടിയ പലിശ അല്ലെ. ആദ്യത്തെ പദ്ധതിയിൽ നിന്നും കിട്ടിയ പലിശ ഇവിടെ നോക്ക്. ആകെ പലിശ ഇവിടെ തന്നിട്ടുണ്ട് 6,750. നമുക്ക് ആദ്യത്തെ പദ്ധതിയിൽ നിന്ന് എത്ര പലിശയാണ് കിട്ടിയത് നോക്കണം. അപ്പൊ നോക്കിയേ, ആദ്യത്തെ പദ്ധതിയിലത്തെ പലിശ നിരക്ക് എത്രയാണ്? 7% അല്ലേ. അപ്പൊ എങ്ങനെയായിരിക്കും പലിശ കാണലേ? നോക്കിയേ, എക്സ് ഇൻറ്റു 7% എങ്ങനെ എഴുതാം? 7/100. അപ്പൊ 7% റെപ്രസെന്റ് ചെയ്ത് എങ്ങനെയാണ്? 7/100. മനസ്സിലായില്ലേ? അപ്പൊ ആദ്യത്തെ പദ്ധതിയിൽ നിന്നും കിട്ടിയ പലിശ എന്നത് x ഇൻറ്റു 7/100 ഈസ് ഈക്വൽ ടു 7x/100. ഇനി രണ്ടാമത്തെ പദ്ധതിയിൽ നിന്നും കിട്ടിയ പലിശ. ആദ്യത്തെ പദ്ധതി കഴിഞ്ഞു, രണ്ടാമത്തെ പദ്ധതിയിൽ കിട്ടിയ പലിശ. രണ്ടാമത്തെ പദ്ധതിയിൽ എത്ര പലിശ നിരക്കിലാണ് നിക്ഷേപിച്ചത്? 6%ലാണ് അല്ലേ. അപ്പൊ എങ്ങനെ കാണാം? 1,00,000 മൈനസ് എക്സ് ഇൻറ്റു 6/100. 6/100 എടുത്തത് എങ്ങനെയാണെന്ന് അറിയില്ലേ? 6% എന്ന് പറഞ്ഞാല് 6/100 or 6/100. ഇനി നോക്കേ, ഇനി എന്ത് ചെയ്യാം? അകത്തേക്ക് ഇൻറ്റു ചെയ്യാം. നോക്കിയേ, 6 ഇൻറ്റു 1,00,000 6 lakhs അല്ലേ. 6 ഇൻറ്റു അല്ലെങ്കിൽ 6 ഇൻറ്റു 1,00,000 എന്ന് പറഞ്ഞത് 6 ലക്ഷം. ഇനിയോ മൈനസ് 6 ഇൻറ്റു എക്സ് 6/100. മനസ്സിലായില്ലേ? ഇനി 6 ഇൻറ്റു എക്സ് 6x. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ആകെ പലിശ തന്നിട്ടുണ്ട് അല്ലേ. ആകെ പലിശ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആകെ പലിശ സമം എത്രയാ തന്നത് നോക്ക്? 6,750. അപ്പൊ നമുക്ക് ആകെ പലിശ 6,750 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ആകെ പലിശ ഏതായിരിക്കും? ഈ ആദ്യത്തെ പദ്ധതിയിൽ നിന്ന് കിട്ടിയ പലിശയും രണ്ടാമത്തെ പദ്ധതിയിൽ നിന്ന് കിട്ടിയ പലിശ കൂട്ടിയതാണ് ആകെ പലിശ.
ആദ്യത്തെ പദ്ധതിയിൽ കിട്ടിയ പലിശ എത്രയാണ് നോക്കിയേ 7x by 100 പ്ലസ് രണ്ടാമത്തെ പദ്ധതിയിൽ നിന്ന് കിട്ടിയ പലിശയോ 6 lakhs minus 6x by 100 is equal to എത്രയാണെന്നാ പറഞ്ഞത് 6750. മനസ്സിലായില്ലേ? രണ്ട് പലിശയും കൂട്ടിയത് ആകെ പലിശയാണ് എത്ര 6750. ഇനി കൂട്ടി നോക്കാം. നോക്കിയേ 7x plus 6 lakhs minus 6x by 100 is equal to എത്രയാണ് 6750. ഇനി നമുക്കിത് മായ്ച്ചു കളയാം. അപ്പൊ നമുക്ക് ഈ ആകെ പലിശ എന്നത് ഇത് രണ്ടും കൂട്ടി എത്രയാണ് 6750 രൂപ എന്ന് എഴുതി. ഇനി നോക്ക് 7x minus 6x 7x എന്ന് 6x കുറച്ചാൽ എത്രയാണ് x plus 6 lakhs is equal to 6 lakhs divided by 100 is equal to എത്രയാണെന്ന് തന്നിട്ടുണ്ട് 6750 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 100നെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ ഡിവൈഡഡ് ബൈ ഹരിക്കണം 100 എന്നുള്ളത് അത് അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ എന്തായി മാറും? ഗുണിക്കണം 100 മാറും. അപ്പൊ x plus 6 lakhs is equal to എത്ര കിട്ടും? 6750 ഗുണിക്കണം 100. ഇനിയോ 6750 100 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും നോക്കാം. is equal to എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ഗുണിക്കാൻ നിൽക്കണ്ട. 6750 ഗുണിക്കണം 100 ഇങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട. സമയം കുറെ നഷ്ടപ്പെടും. അതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ ഇവിടെ നോക്കിയ 100ന് എത്ര പൂജ്യമായുള്ളത്? 2 പൂജ്യം അല്ലെ? അത് ഇതിനൊപ്പം ഇട്ട് കൊടുത്താൽ മതി. 6750 പിന്നെ എക്സ്ട്രാ 2 പൂജ്യയില് അതും കൂടെ ഇതിനൊപ്പം ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 6,75,000. ഇനി ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിച്ചൂടെ? എക്സ് ഇവിടെ തന്നെ വെച്ചിട്ട് എക്സ് ഇല്ലാത്ത ടേം അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ 6,75,000 മൈനസ് 6 ലക്ഷം ഓർ 6 lakhs. മനസ്സിലായില്ലേ? ഇനി 6,75,000 നിന്ന് 6 ലക്ഷം കുറച്ചാൽ എത്ര? ബാക്കി എത്രയല്ലേ? 75,000 അല്ലേ? 6 ലക്ഷം ഡയറക്റ്റ് ചെയ്യാം, കാരണം സിമ്പിൾ അല്ലേ? 6,75,000 നിന്ന് 6 ലക്ഷം പോയാൽ ബാക്കി എത്രയേ ഉള്ളൂ? 75,000. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് കിട്ടി. എന്താണ് എക്സ്? നമ്മ ആദ്യത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ച തുകയാണെന്ന് എക്സ്. ആദ്യത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ച തുക അല്ലേ? അതാണ് എക്സ്. ആദ്യത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ച തുക കിട്ടിയില്ലേ? ഇനി എന്താ? രണ്ടാമത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ച തുക അല്ലേ? രണ്ടാമത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ച തുക. രണ്ടാമത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ച തുക എങ്ങനെ എഴുതിയത്? 1 lakhs മൈനസ് എത്രയാണ്? നമുക്ക് എക്സ് കിട്ടിയ എത്ര? 75,000 അല്ലേ? അപ്പൊ എത്ര കിട്ടും? 25,000. അപ്പൊ രണ്ടാമത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ച തുക 25,000. ഇതൊന്ന് വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം. 1 lakhs മൈനസ് 75,000. നോക്കിയേ, 0 നിന്ന് 0 കുറച്ചാൽ 0, ഈ 0ത്തിൽ നിന്ന് ഈ 0 കുറച്ചാൽ 0, ഈ 0ത്തിൽ നിന്ന് ഈ 0 കുറച്ചാൽ 0, 10 നിന്ന് 5 കുറച്ചാൽ എത്ര? 5. ഇവിടെ 10 കിട്ടുന്ന എങ്ങനെയാ? ഈ 1 ഇവിടത്തേക്ക് കണ്ടെടുത്തു, അപ്പൊ ഇത് എത്ര? 10 മാറും. ഈ 10ൽ നിന്ന് ഇവിടത്തേക്ക് കണ്ടെടുത്തു, അപ്പൊ ഇത് 9 ആവും. ഇത് 10 മാറും. അപ്പൊ 10 നിന്ന് 5 പോയാല് 5, 9 നിന്ന് 7 പോയാല് എത്രയാ? 2. ഈ 1 ഇവിടെ ഇല്ല, കാരണം 1 ഇവിടത്തേക്ക് കണ്ടെടുത്തു. അപ്പൊ 25,000 അല്ലെങ്കിൽ 25,000. അപ്പൊ രണ്ടാമത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ച തുക 25,000 ആണ്. ആദ്യത്തെ പദ്ധതിയിൽ നിക്ഷേപിച്ച തുക 75,000 ആണ്.
രണ്ട് പദ്ധതിയും ചേർന്ന് എത്ര കിട്ടും? 1 ലക്ഷം കിട്ടുന്നില്ലേ? 75,000 കൂട്ടണം 25,000, 1 lakh. ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു സെക്കൻഡിൽ 4 മീറ്റർ എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും a മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂട്ടി നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ t സെക്കൻഡിന്റെ വേഗം എന്ന് പറയുന്നത് u പ്ലസ് at ആണ്. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം 5 മീറ്റർ പെർ സെക്കൻഡും അഞ്ചാമത്തെ സെക്കൻഡിന്റെ വേഗം 13 മീറ്റർ പെർ സെക്കൻഡുമാണ്. ഓരോ സെക്കൻഡിലെയും വേഗം കൂടുന്നതിന്റെ നിരക്ക് എന്താണ്? യാത്രയുടെ തുടക്കത്തിലെ വേഗം എന്താണ്? ഇവിടെ നോക്ക്, ഇവിടെ വേഗം തുടക്കത്തിലെ വേഗം തന്നിട്ടില്ല അല്ലെ. അതുപോലെ തന്നെ വേഗത്തിന്റെ നിരക്ക് തന്നിട്ടില്ല. മാത്രം 7 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്ത് കാണണം? നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു വസ്തുവിന്റെ t സെക്കൻഡിലെ വേഗം എത്രയാണ്? u പ്ലസ് at ആണ്. അപ്പൊ എന്ത് എഴുതാം? വേഗം സമം u പ്ലസ് at അല്ലെ. t സെക്കൻഡിലെ വേഗം എന്ന് പറഞ്ഞാൽ t സെക്കൻഡിലെ വേഗം എന്നല്ലേ ഇത്? t സെക്കൻഡിലെ വേഗം വരുന്നത് എന്താണ്? u പ്ലസ് at. ഇനി നോക്കിയേ, നമുക്ക് കണ്ടീഷൻ ഇവിടെ സ്റ്റാർട്ടിങ് അല്ലേ. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒന്നാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ t = 1 ആയിരിക്കും. ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അപ്പൊ 5 = u പ്ലസ് a × 1. ഇവിടെ t എത്രയാണ്? t 1 ആണ്. ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇതെങ്ങനെ എടുക്കാം? 5 = u പ്ലസ് a. ഇത് തിരിച്ചെഴുതാം. എങ്ങനെ? u പ്ലസ് a = 5, ഇക്വേഷൻ 1 ആയിട്ട്. ഇനിയോ, ഇനി അടുത്ത നോക്ക്, അഞ്ചാമത്തെ സെക്കൻഡിലെ വേഗം. അഞ്ചാമത്തെ സെക്കൻഡിലെ വേഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ 13 = u പ്ലസ് a × 5. ഇടാ സമയം എന്ന് പറഞ്ഞത് t = 5 ആണ് അല്ലേ. അപ്പൊ എത്ര കിട്ടും? 13 സമം u പ്ലസ് 5a അല്ലേ. ഇനി തിരിച്ചെഴുതിക്കൂടെ? u പ്ലസ് 5a = 13, ഇക്വേഷൻ 2. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇനി നോക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ u പ്ലസ് a = 5 ആണ്. ഇവിടെ u പ്ലസ് 5a = 13 ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് 0 ആക്കിയാൽ മാത്രമേ നമുക്ക് മറ്റേ വേരിയബിൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് എങ്ങനെ എഴുതാം? നോക്കി, u പ്ലസ് a = 5, ഇക്വേഷൻ 1ഉം പിന്നെയോ u പ്ലസ് 5a = 13, ഇക്വേഷൻ 2 എന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വേരിയബിൾ 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നിൽ നിന്ന് മറ്റേത് കുറക്കേണ്ടി വരും അല്ലേ. അപ്പൊ ഇവിടെ ഈസി ആയിട്ട് 0 ആക്കേണ്ടത് u 0 ആക്കാൻ പറ്റും. പക്ഷെ a 0 ആക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇവിടെ 5a ഉണ്ട്, ഇവിടെ 1a ഉള്ളു. അപ്പൊ 5 ന്ന് a കുറച്ചാൽ 4a കിട്ടും അല്ലെ. അപ്പൊ u ന്ന് u കുറച്ച് u 0 ആയി പോകും. അപ്പൊ എന്ത് ചെയ്യാം? ഇക്വേഷൻ 2 നിന്ന് ഇക്വേഷൻ 1 മൈനസ് ചെയ്യാം, കുറക്കാം. നോക്കാം. നോക്കിയേ, u പ്ലസ് 5a = 13 മൈനസ് u പ്ലസ് a = 5 അല്ലേ. ഇനി നോക്കാം. u ന്ന് u കുറച്ച് എത്ര? 0. 5 ന്ന് a പോയാൽ 4a = 13. 5 പോയാൽ എത്ര? 8. ഇനി 4a സമം 8 എന്ന് കിട്ടി അല്ലേ. എന്നിട്ട് 4a എന്ന് പറഞ്ഞാൽ 4 ഗുണിക്കണം a എന്ന് അർത്ഥം. അപ്പൊ ഗുണിക്കണം 4 അല്ലെങ്കിൽ ഗുണിക്കണം 4 ഓപ്പോസിറ്റ് സൈഡ് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഹരിക്കണം എന്നായി മാറും. അപ്പൊ a സമം 8/4 എത്ര കിട്ടും? 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നിരക്ക് കിട്ടി അല്ലേ. വേഗത്തിന്റെ നിരക്ക് കിട്ടി. നിരക്ക് കിട്ടിയില്ലേ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി തുടക്കത്തിലെ വേഗം കണ്ടുപിടിക്കണം അല്ലേ. തുടക്കത്തിലെ ഇത് മായ്ക്കാം. തുടക്കത്തിലെ വേഗം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നോക്ക്, ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ കൊടുത്താൽ മതി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? u പ്ലസ് a = 5, ഇക്വേഷൻ 1. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നോക്ക്, നമുക്ക് a എന്ന് കിട്ടിയ എത്രയാ? 2. അപ്പൊ u പ്ലസ് 2 സമം 5 എന്ന് എടുത്തു
ഇനി യു സമം ഇവിടെ നോക്ക് പ്ലസ് 2 ആണ്. ഓപ്പോസിറ്റ് സൈഡ് പോകുമ്പോൾ എന്തായി മാറും? മൈനസ് 2 ആയി മാറും. അപ്പോൾ 5 മൈനസ് 2. അപ്പോൾ യു സമം എത്ര കിട്ടി? 3 കിട്ടി. ഇതെന്താണ്? തുടക്കത്തിലെ വേഗം യു സമം എത്രയാണ്? 3. മനസ്സിലായില്ലേ? ഇനി അടുത്ത പാട്ടിൽ കാണാം.